ഹായ്, എല്ലാവരും കീം എക്സാം കഴിഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ? കീം എക്സാം കൂടി കഴിഞ്ഞപ്പോഴാണ് പലരും ചിന്തിക്കുന്നത് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ എനിക്ക് നല്ല കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്ത് നല്ല പ്രീമിയം കോളേജുകളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന്. പക്ഷെ അവരുടെ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും റിപ്പീറ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, നമ്മൾ ഒരുപാട് ലാഗായി പോവില്ലേ സാർ എന്നായിരിക്കും. പക്ഷെ പേടിക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി സൈലം പുതിയ ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ധീര 2.0. അപ്പോൾ എന്തായിരിക്കും ഓൺലൈൻ ബാച്ചിൻ്റെ ബെനിഫിറ്റ്? ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാം. അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെയൊക്കെ ഇരുന്ന് വീട്ടിലെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഇരുന്ന് പഠിക്കാം. എങ്ങനെയായിരിക്കും ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ? ഡെയിലി നിങ്ങൾക്കൊരു 5.5 മണിക്കൂർ, 5 മുതൽ 5.5 മണിക്കൂർ വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ ക്ലാസ് റൂമിൽ എങ്ങനെയാണോ ക്ലാസ് കാണുന്നത് അതേപോലെ നമുക്ക് ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നാലോ, ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫാക്കൾട്ടിനോട് ചോദിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ എന്താണ് അവൈലബിൾ ആണ്. ഇനി ഡൗട്ട് നിങ്ങൾ അടുത്ത ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ആസ്ക് ഡൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ എന്താണ് ഡൗട്ട് നമുക്ക് അത് അയച്ചു വെക്കാം. അപ്പോൾ സൈലത്തിൻ്റെ എക്സ്പെർട്ട് പാനൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റീപ്ലൈ തരും. പിന്നെ മെറ്റീരിയലാണ്. മെറ്റീരിയൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് മൈൻഡ് മാപ്പാണ്. നമ്മുടെ എല്ലാ ചാപ്റ്ററും വളരെ ഷോർട്ടാക്കിയിട്ട് ഒറ്റ അടിക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിൽ മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡെയിലി നമുക്ക് സ്ലൈഡ്സിൽ ടീച്ചേഴ്സ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അത് ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്ത പ്രോബ്ലംസ് ആണ്. അതിൽ NCERT മുതൽ JEE അഡ്വാൻസ്ഡ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. NCERT ടെക്സ്റ്റ് ബുക്ക്, NCERT എക്സാംപ്ലറർ, കീം, JEE മെയിൻ, അതോടൊപ്പം തന്നെ JEE അഡ്വാൻസ്ഡ് വരെയുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്കത് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി എക്സാമിൻ്റെ കാര്യം, ഒരു JEE ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത സംഭവമാണ് എക്സാമുകൾ. അപ്പോൾ അതിന് ഒരുപാട് എക്സാംസ് സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഫസ്റ്റത്തത് വീക്ക്ലി ടെസ്റ്റ്. അപ്പോൾ എല്ലാ വീക്കിലും നിങ്ങൾക്കൊരു മിനി JEE ഞങ്ങൾ സംഘടിപ്പിക്കും. പിന്നീട് അടുത്ത് നമുക്ക് ഗ്രാൻഡ് ടെസ്റ്റാണ്. 2 ദിവസങ്ങൾ എല്ലാ മന്തിലും നമുക്ക് ആ മന്തിലെ എല്ലാ ടോപ്പിക്കും വെച്ചിട്ട് ഒരു JEE മോഡൽ എക്സാംസ് തന്നെ നിങ്ങൾക്ക് സംഘടിപ്പിക്കും. പിന്നെ കൃത്യമായ ഇടവേളകളിൽ GIBs ഉണ്ടാവും. എന്താണ് GIBs? GIBs എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഇന്ത്യൻ ബാച്ച്. അഥവാ നിങ്ങൾ ഒറിജിനൽ JEE എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെ എന്ന് പറഞ്ഞാൽ അതേപോലെ കമ്പ്യൂട്ടർ, നമുക്കറിയാം ഒറിജിനൽ JEE എക്സാം എങ്ങനെയാണ്, CBT ആണ് അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ടാണ് എഴുതുക അല്ലേ. അപ്പോൾ അതിന് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഹോൾ ടിക്കറ്റ് ഒക്കെ വച്ച് കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി ഇൻവിജിലേറ്റർ ഒക്കെ ഉണ്ടാവും, ഒരുപാട് കുട്ടികൾ അപ്പുറത്തേക്ക് എക്സാം. ഒറിജിനൽ JEE എക്സാം എങ്ങനെയാണോ അതേ അറ്റ്മോസ്ഫിയർ ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ എക്സാം എഴുതാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒറിജിനൽ JEE എഴുതാൻ പോകുന്ന സമയത്ത് യാതൊരുവിധ ടെൻഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാവും, അയ്യോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ലേ, അത് സ്റ്റക്കായി പോയി എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഡിലേ ആയി പോയാൽ എന്ത് ലാഗായി പോയാലോ ഹാങ് ആയി പോയാലോ, അങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകൾ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ നിങ്ങൾ GIBs എഴുതുന്നതോടുകൂടി പിന്നെ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ എന്തായിക്കാണ് പ്രാക്ടീസ് ചെയ്ത് പോവാണ്. അപ്പോൾ GIBയുടെ പ്രത്യേകത നിങ്ങൾ സൈലത്തിലെ പിന്നെ എല്ലാ ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ എല്ലാ ഹൈബ്രിഡ് ക്യാമ്പസിലെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ സൈലത്തിൻ്റെ പുറത്തുനിന്ന് GIBയിൽ എക്സാം എഴുതുന്ന കുട്ടികളുണ്ടാവും. എല്ലാവരുടെ കൂടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മത്സരിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. പിന്നെയുള്ളതാണ് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. നമ്മൾ മലയാളികളോട് മാത്രമല്ല മത്സരിക്കുന്നത്, നമ്മൾ ഇന്ത്യ മൊത്തത്തിലുള്ള കുട്ടികളോടല്ലേ മത്സരിക്കുന്നത്. അപ്പോൾ നാഷണൽ ലെവൽ നമുക്ക് റാങ്ക് എന്താണെന്ന് അറിയണ്ടേ, നമ്മുടെ പൊസിഷൻ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ അതിനുവേണ്ടി സൈലം ഫിസിക്സ് വാലയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് റിവിഷനാണ്. ഓൾമോസ്റ്റ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ടോപ്പിക്സ് ഒക്കെ തീരും. പിന്നെ നമുക്ക് പുതിയൊരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി സൈലം അവതരിപ്പിക്കുന്നുണ്ട്, LMRP എന്ന് പറയും. എന്താ LMRP? ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. അപ്പോൾ അതിൽ വീണ്ടും ക്രിസ്പായിട്ടുള്ള ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഒന്നും കൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് നിങ്ങൾ പിന്നെ എന്താ പറയുക JEE എക്സാം എഴുതേണ്ട രൂപത്തിലാക്കിയിട്ട് നിങ്ങളെ മാറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റും പ്രോഗ്രാംസ് ഉണ്ട്. അതിനൊരു പ്രോഗ്രാമാണ് മിഷൻ 99 എന്ന് പറഞ്ഞ പ്രോഗ്രാം. എന്താ മിഷൻ 99 എന്ന് പറഞ്ഞ പ്രോഗ്രാം? ഒന്നുമില്ല, JEEക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കളക്ട് ചെയ്ത് പിന്നെ ഒരു DPP മോഡൽ നിങ്ങൾക്ക് തരും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വീഡിയോ റെക്കോർഡഡ് ക്ലാസ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആ ചാപ്റ്ററിൻ്റെ ഒരു റൂട്ട് മാപ്പ് നമ്മുടെ യൂട്യൂബിലും അതോടൊപ്പം തന്നെ ആപ്പിലും ഒരു പബ്ലിക്കായിട്ട് 1 മണിക്കൂർ ഓരോ ദിവസം ഓരോ ഫാക്കൾട്ടീസ് വന്നിട്ട് ക്ലാസ് എടുക്കും.
അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിപ്പിക്കുന്നതാണ് മിഷൻ 99 എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കുണ്ടാവുന്ന ആശങ്ക എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് അധ്യാപകരൊന്നും കൂടെയില്ലല്ലോ. സോ മെന്റലി എന്തെങ്കിലുമൊക്കെ ഡൗൺ ആയാലോ അല്ലെങ്കിൽ ഡിപ്രഷൻ വന്നാലോ ആരാ സപ്പോർട്ട് ചെയ്യുക? വീട്ടിൽ അച്ഛനമ്മയൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെന്ററെ ഏർപ്പാടാക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരോട് വിളിച്ച് സംസാരിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് കംപ്ലയിൻസ് ഉണ്ടെങ്കിലോ ആശങ്കകൾ ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ധീര 2.0 എടുത്ത് പറയാനുള്ളത്. അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിന് അത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാവും. സോ മക്കളെ, നമ്മൾ ഒരു വർഷം ഒന്ന് ഡെഡിക്കേറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്ത് നല്ല മികച്ച ഒരു ക്യാമ്പസിൽ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഒരു വർഷം പോകൂലേ? ഇല്ലടാ, നമ്മളിപ്പോൾ പ്രീമിയം കോളേജിലൊന്നും അല്ലാതെ നമ്മൾ ഏതെങ്കിലും സാധാരണ കോളേജിലാണ് പഠിക്കുമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടാതെ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ പോകും. ഇപ്പോൾ നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചാലോ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി, നല്ല അറ്റ്മോസ്ഫിയറിൽ പഠിച്ച് നല്ല വേൾഡ് ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് ബ്രാൻഡ് വാല്യൂ ഒക്കെ കിട്ടി അടിപൊളിയായിട്ട് കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു വർഷം മക്കളെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റെസ്റ്റ് ഓഫ് ലൈഫ് ഒരു സിംഹത്തെ പോലെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. പിന്നെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഇത്രയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് വലിയ ഫീസ് ആവൂലേ? ഇല്ല, അത്ര വലിയ ഫീസൊന്നുമില്ല. നമുക്ക് വളരെ ചുരുങ്ങിയ ഫീസ് മാത്രമേ ഉള്ളൂ ധീര ബാച്ചിന്. അതായത് 17,700 രൂപയാണ് നിങ്ങളുടെ ഫീസ്. ഓക്കെ, സോ മക്കളെ ലേറ്റ് ആക്കാതെ ഇപ്പം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നമുക്ക് കാണാം. ബൈ ബൈ.